ധോനി വീണ്ടും ചെന്നൈയുടെ ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുന്നു കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചെന്നൈ ആരാധകർക്കും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷേ ധോനിയുടെ ബാറ്റിംഗ് മാത്രമല്ല ക്യാപ്റ്റൻസിയും മോശമായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഗെയിം തന്നെയായിരുന്നു, അല്ലെങ്കിൽ മത്സരം തന്നെയായിരുന്നു ഇത്. കാരണം ഒരുപാട് മണ്ടത്തരങ്ങൾ ധോനി ഈ മത്സരത്തിൽ ചെയ്തിട്ടുണ്ട്. പറയാൻ ഇഷ്ടം പോലെ മണ്ടത്തരങ്ങളുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട 4 മണ്ടത്തരങ്ങൾ മാത്രം ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് പറയുകയാണ്. നിങ്ങൾ കുറെ ചെന്നൈ ഫാൻസ് ഉണ്ട്, ഈ പറയുന്ന പോലെ ധോനി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്. അവർ ഒരു പക്ഷേ ഇത് അംഗീകരിക്കത്തില്ലായിരിക്കും. അതെനിക്ക് നമുക്ക് വിഷയമല്ല. നിങ്ങൾ ഇതിനടി വന്നിട്ട് ചുമ്മാ പറയാനൊന്നും ഇല്ലാണ്ട് കുറെ തെറി വിളിച്ചിട്ട് പോകുമായിരിക്കും. അത് അവിടെ ചീഞ്ഞ് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. ഞാൻ പറയാനുള്ളത് ഞാൻ എന്തായാലും പറയും. ധോനി കാണിച്ചു വെച്ചാൽ ഒന്നാമത്തെ മണ്ടത്തരം ദീപക് കൂടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആ സമയത്ത് ഇറക്കിയതാണ്. അത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമല്ല. ആ സമയത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ വിക്കറ്റ് പോകാതെ അവസാനം കുറച്ചുകൂടെ വരിക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം കൂടെ ഇറക്കിയത് വളരെ മണ്ടത്തരമായി പോയി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ധോനിയോട് ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം അങ്ങനെ ഒരു ഇമ്പാക്ട് പ്ലെയർ അവിടെ ഇറക്കിയാൽ മതിയായിരുന്നു. അല്ലാത്ത പക്ഷം ഇവിടെ വന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ പതിരാനെ പോലുള്ള ഒരു സ്ട്രൈക്ക് ബോളറിനെ, മെയിൻ ബോളറിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ കാര്യം ധോനി ഇറങ്ങാൻ വൈകി എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം. എന്തിനാണ് ഈ പാത്തും പതുങ്ങി അവിടെ ഒളിച്ചിരിക്കുന്നത്? താങ്കൾ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്, ഒരു പ്രോപ്പർ ബാറ്ററാണ് താങ്കൾ. അതുകൊണ്ട് മാറി നിൽക്കാണ്ട് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നിട്ട് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കൂ. അല്ലാണ്ട് ഇങ്ങനെ പാത്തും പതുങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. ധോനി ഇറങ്ങിയത് വളരെ ലേറ്റ് ആയിട്ട് തന്നെയാണ് ഈ മത്സരത്തിൽ. ധോനി ഇറങ്ങിയ പൊസിഷൻ വലിയൊരു മണ്ടത്തരം തന്നെയാണ്. മറ്റൊന്ന് പവർ പ്ലേയിലെ ധോനിയുടെ ബോളിംഗ് ചേഞ്ചസുകളാണ്. പവർ പ്ലേയിൽ 2 ഓവർ ആദ്യം തന്നെ കൊടുത്ത് കളിയിലാകുമ്പോൾ നല്ലപോലെ തല്ലുകൊണ്ടിട്ടും പവർ പ്ലേയുടെ ലാസ്റ്റ് ഓവറായ 6ാമത്തെ ഓവർ വീണ്ടും കളിയിലാകുമ്പോൾ കൊടുത്തു. ആ ഓവറിൽ 18 റൺസാണ് കൊൽക്കത്ത അടിച്ചെടുത്തത്. അങ്ങനെ 72 റൺസാണ് കൊൽക്കത്ത പവർ പ്ലേയിൽ തന്നെ നേടിയത്. അതായത് തങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട പകുതിയിൽ കൂടുതൽ റൺസും പവർ പ്ലേയിൽ തന്നെ വിട്ടുകൊടുത്തു. അതുകൂടാതെ അശ്വിനെ വീണ്ടും ട്രസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ബോളിംഗ് കൊടുക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. എന്നാൽ എന്റെ 3ാമത്തെ പോയിന്റ് കളിയിലാകുമ്പോൾ ആ ഒരു 3ാമത്തെ ഓവർ പവർ പ്ലേയിൽ കൊടുക്കണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ മണ്ടത്തരമാണ്. 4ാമത് പറയാനുള്ള ഒരു മണ്ടത്തരം നൂർ അഹമ്മദിന് വളരെ ലേറ്റ് ആയിട്ടാണ് പന്ത് കൊടുത്തതെന്നുള്ളതാണ്. 8ാമത്തെ ഓവറാണ് നൂർ അഹമ്മദിന് പന്ത് കൊടുക്കുന്നത്. ആ സാഹചര്യത്തിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടത് 13 ഓവറിൽ 19 റൺസ് മാത്രമാണ്. 9 വിക്കറ്റുകളും കൊൽക്കത്തയുടെ കയ്യിലുണ്ട്. അതായത് കളി ഏകദേശം 100% കൈവിട്ട് പോയി എന്നുള്ള സിറ്റുവേഷനിലാണ് മെയിൻ ബോളറായിട്ടുള്ള പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആയിട്ടുള്ള നൂർ അഹമ്മദിന് ധോനി പന്ത് കൊടുക്കുന്നത്. വളരെ നല്ലൊരു മണ്ടത്തരം തന്നെയാണ് ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഈ 4 മാത്രമല്ല, വേറെ നിരവധി മണ്ടത്തരങ്ങൾ ധോനി ഈ മത്സരത്തിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു വീഡിയോ നമ്മുടെ DRS മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം അതൊന്ന് കാണാം. ആ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.